കൂട്ടുകാരെ, എനിക്കിട്ടൊരു പണി തന്നെ നിങ്ങൾ കണ്ടോ? എന്നോട് രാത്രി 8 മണിക്ക് ചെമ്മീൻ മേടിച്ചോണ്ട് പറയാ ചെമ്മീൻ അച്ചാറ് വേണമെന്ന്. അപ്പൊ ഞാൻ ചെയ്തു എന്റെ കൂട്ടുകാരെ പുറത്ത് പോകാൻ എനിക്ക് പേടിയാണ്. കാരണം ഇപ്പൊ ഇരുട്ടാകുമ്പോ നമുക്ക് വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല ഒന്നുമില്ല, മീനൊന്നും വെട്ടാൻ പോലും ഒക്കത്തില്ല. അതാ ഞാൻ അകത്തിരുന്ന് ചെമ്മീൻ പൊളി. ഞാൻ ഇന്നുവരെ പൊളിച്ചിട്ടില്ല അകത്തിരുന്ന്. അതെ, ശരണ്യ എപ്പോഴും പുറത്ത് മുറ്റത്തൊക്കെ ഇരുന്നാണ് ചെയ്യാറുള്ള. നമ്മുടെ വർക്ക് ഏരിയയിലൊക്കെ ഇരുന്നാണ് ചെയ്യാറുള്ളത്. പക്ഷെ എനിക്ക് പേടിയായണ്ട. അത് ഇരുട്ട് പേടിയല്ല, സാധാരണ എല്ലാവർക്കും പേടിയല്ലേ. അതുപോലെ അപ്പൊ അത് മൊത്തം വെട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ശരണ്യ, എന്തോ ഞാനും കൂടി പൊളിക്കട്ടെ? വേണ്ട, ചെമ്മീനെ ഇപ്പൊ രാത്രി പൊളിച്ച മേത്തല്ല, പിന്നെ രണ്ടാമത് പൊളിക്കേണ്ടി. എന്റെ ശരണ്യ ഒറ്റക്ക് ഇരുന്ന് പൊളിക്കണ്ടേ? ഇത് ഇച്ചിരി ഉള്ളല്ലോ, പെട്ടെന്ന് പൊളിച്ചേക്കാം. പിന്നെ അമ്മയ്ക്ക് മുട്ട മേലാത്തോണ്ട് ഇരുന്ന് വെട്ടാനും പറ്റത്തില്ല, താഴെ ഇരിക്കാൻ പറ്റിയല്ല. താഴെ ഇരിക്കാൻ. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു ബാക്കി എല്ലാ സാധനം എടുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മ എല്ലാം എടുത്ത് വെച്ചോണ്ടിരിക്കുക, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുക. അപ്പൊ അതേ കണ്ട കൂട്ടുകാരെ, ഇത്രയും പൊളിക്കാനുണ്ട് കണ്ട. അപ്പൊ ഒരു പണി ചെയ്യാൻ ശരണ്യ, ഇച്ചിരി മണം വന്നാലും വേണ്ടിയില്ല, ഞാൻ പൊളിച്ചത്. ശരണ്യ, എന്തോ ചെമ്മീനൊക്കെ എവിടം വരെയായി? നല്ല അടിപൊളി, നല്ല വിനയത്തിനൊക്കെ വെട്ടി തെളിച്ച് അല്ലേ, നല്ല രസമുണ്ട് കാണാൻ തന്നെ. അതെ അതെ അതെ. അപ്പൊ നമ്മള് അത് കാരണം മറ്റേ ചണഞ്ചാക്കൊക്കെ വിരിച്ചേച്ചുവാണ്. അതെ അതെ അതെ. അപ്പൊ ശരണ്യ, എനിക്കൊരു പണിയുണ്ട് ശരണ്യ. ബീട്രൂട്ട് ഞാൻ അരിയണ്ടേ? ഞാനാണ് എപ്പോഴും അരിയണത്, ഞാൻ തന്നെ അരിഞ്ഞു തരുന്നതാണ്. അതെ 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 അതെ. അപ്പൊ ഞാൻ വേഗം അരിഞ്ഞേച്ചും വരാവേ. അമ്മ എന്നെ അടിക്കാണ്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിക്കാൻ പോയാണ്. ആഹാ, ശരണ്യ ചെമ്മീൻ അടപ്പത്തൊക്കെ വെച്ചല്ലേ? അപ്പൊ അതെ, ഒന്ന് കാണിച്ചേ. അപ്പൊ വെളുത്തുള്ളി, അപ്പൊ ഇനി പച്ചമുളക് കൂടി വേണം. ശരണ്യ എന്നാണ് തിരിയണ ശരണ്യ? കൊടംപുളി. ശരി ശരി. അപ്പൊ ഇതൊന്ന് ഇനി വെന്ത് വന്നല്ലേ? പുളിയൊക്കെ ഇട്ടാണല്ലേ വേവിക്കുന്നത്? അമ്മ പുളി ഇട്ടാ വേവിക്കുന്നത്, അതുപോലെ ഞാനും പുളി ഇട്ട് ഒഴിക്കുള്ളൂ. പക്ഷെ ചെമ്മീത്തിന് ടേസ്റ്റ് കൊടംപുളി ഇട്ട് പറ്റിച്ചിട്ട് വറുത്ത് വന്ന സൂപ്പർ ആണല്ലേ? നല്ല പുളി സൂപ്പറായി. അതെ 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 അതെ. പുളിയെന്ന് പറയുമ്പോ എല്ലാവർക്കും അതെ 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 അതെ, ശരിയാ. അപ്പൊ നിങ്ങളുടെ പണി നടക്കട്ടെ കേട്ടാ. അതെ, ഒരാളിരുന്ന് ബീട്രൂട്ട് ചെത്തിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ, കാരണേ ശരണ്യ കഷ്ടപ്പെട്ട് അത് ചെമ്മീനൊക്കെ കിള്ളുമ്പോൾ നമ്മൾ എന്നെക്കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഇത് ചെയ്യാന്ന് വെച്ച്, ഇത് നമ്മുടെ അച്ഛനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അച്ഛനിപ്പോൾ അത് തന്നെ കിടക്കട്ടെ എന്ന് ഓർത്തു. അപ്പം ഞാനിതൊന്ന് റെഡിയാക്കി അരിഞ്ഞൊക്കെ കൊടുക്കട്ടെ. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് വീഡിയോയുടെ തുടക്കം ഒന്നും കൂട്ടുകാരോട് ചോദിക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ ഞങ്ങൾ ഇപ്പം ആരടി ചോദിച്ചെന്നാലും എല്ലാവർക്കും പനിയാണ്, ഈ ജലദോഷമാണെന്നാണ് പറയണത്. പക്ഷേ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞിട്ടൊക്കെ കാണിക്കാവേ. ഇപ്പോൾ കൂട്ടുകാരെ, ചെമ്മീനുള്ള ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീൻ ഇനി വറുത്തെടുക്കാം. അതിന് മുമ്പേ നമുക്ക് ബീട്രൂട്ട് അരിയുന്ന ആളെ കാണിച്ചു തരാം. ഇത് തന്നെത്താനാണല്ലേ? എങ്ങനെയുണ്ട്? തന്നെത്താനാണല്ലേ വീഡിയോ എടുക്കണത്? പാചകവും വീഡിയോ എല്ലാം ശരണ്യ തന്നെ, വീഡിയോ എടുപ്പും എല്ലാം. അതെ. അപ്പൊ ചെമ്മീൻ വെക്കട്ടെ. അതെ. അപ്പൊ ഇതെങ്ങനെ പീസാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ശരണ്യ അവിടെ പാചകം. ശരണ്യ, എന്തോ എവിടം വരെയായി? ഞാൻ ചെമ്മീൻ പറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോ പേടിച്ചു പോയാ? പേടിച്ചൊന്നുമില്ല. ചെമ്മീൻ പറ്റിച്ച കാണിച്ചില്ല. ചെമ്മീൻ പറ്റിച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മളിനി എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ പറക്കി പറക്കി അങ്ങോട്ട് ഇടാം. ഇടാം. എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലേ? എണ്ണ വെച്ച് അപ്പൊ ഞാൻ ചട്ടിക്ക് എടുക്കട്ടെ. ആ ശരി ശരി ശരി. പെറുക്കിടാൻ പോയാണ്. ഇനി പെറുക്കി ഇടാൻ പോവാ. ആ പുളി ഇടത്തില്ല കേട്ടോ. ശരി ശരി. അപ്പൊ എല്ലാം പെറുക്കി ഇട്ടിട്ട് കാണിക്കാവേ. എല്ലാം പറക്കി ഇങ്ങനെ പെറുക്കി ഇടിയാൻ തുടങ്ങി. ശരണ്യ പാവം ഒത്തിരി ദൂരെ നിന്ന് ഇളക്കാനായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? ആ ചട്ടകവും ചട്ടകവും ആ ഇളക്കുന്ന തവിയൊക്കെ നീളമുള്ളതായതുകൊണ്ട് ഒത്തിരി പേടിക്കാനില്ല. നാരങ്ങ അച്ചാർ ഇട്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ചെമ്മീൻ ഇതിൽ കിടന്ന് മൂക്കട്ടെ. ആ നേരത്ത് കൂട്ടുകാരൻ നാരങ്ങ അച്ചാർ കാണിച്ചു. ആഹാ അടിപൊളി നാരങ്ങ അച്ചാറാണ്. സൂപ്പർ നാരങ്ങ അച്ചാറാണ്. ആഹാ അതെ അതെ നാരങ്ങ അച്ചാർ ഇടണുണ്ട്, പിന്നെ ചെമ്മീൻ അച്ചാർ ഇടണുണ്ട്, പിന്നെ നമ്മളെ ബീട്രൂട്ട് അച്ചാർ. അതെ ഇന്ന് 3 അച്ചാർ അങ്ങോട്ട് ഇട്ട് വെച്ചെന്നാ നമുക്ക് അപ്പൊ ചില ദിവസം ഒരു ദിവസം ഇതില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. അതെ അതെ അതെ. ശരണ്യ ഏതാണ്ടൊക്കെ ചവച്ചുണ്ടാണല്ലോ നിക്കണ. മിഠായി അല്ല, ഞാൻ പറയട്ടെ എന്നാണോ? മുട്ടായിയാണ്. ആ മുട്ടായി കത്തില്ല. ഏണ്ട കൂട്ടുകാരി നമ്മുടെ ചെമ്മീൻ അച്ചാറിനുള്ള എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്ര സാധനമാണ് ചേർക്കുന്നത്. അതെല്ലാം കൂടി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് തീരുമ്പോ അത് വെന്തെന്ന് മനസ്സിലാവും. എന്നിട്ട് വേണം ഇത് ചെയ്യാനല്ലേ? കൂട്ടുകാരെ അങ്ങനെ അതെ ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്തു കൊടുത്തു. എന്നാണെന്ന് ചോദിച്ചെന്നാൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ ശരണ്യ. അതെ അതെ എൻ്റെ കൈയൊക്കെ നല്ല പരുവായി. മൈലാഞ്ചി എൻ്റെ കൈ കാണിച്ചു തരാൻ കൂട്ടുകാരെ, കണ്ട മൈലാഞ്ചി ഇട്ട പോലെ. അപ്പം ഇനി ശരണ്യ അതുകൂടി ഒന്ന് അച്ചാറ് ഇടട്ടെ അല്ലേ? ശരണ്യ മറ്റേ ഇത് അച്ചാറിട്ടല്ലേ? തണുക്കാൻ വെച്ച്. അത് കാണിച്ചായിരുന്നു നമ്മൾ കൂട്ടുകാർ. അതെ അതെ അതെ. അപ്പൊ ഇത് കൂടി ഇട്ട് കേട്ടാ. നേരത്തെ ഇതേ കണ്ട കാന്താരി കണ്ട കാന്താരിയിലാണ് അച്ചാറിടാൻ പോണത് അല്ലേ? നമ്മുടെ അച്ഛൻ എന്തെന്ന് എല്ലാരും ചോദിക്കും. അച്ഛൻ റെസ്റ്റ് അടിക്കുകയാണ് കേട്ടോ. അച്ഛന് ചുമ വിട്ടു മാറുന്നില്ല. പനിയായിട്ടല്ല, ചുമ. അതെ അതെ. ശരണ്യ ഞാൻ ആ നേരത്തൊന്ന് നമ്മുടെ അച്ഛനെ നോക്കാൻ പോയതായിരുന്നു. വെളുത്തുള്ളിയൊക്കെ ഇതാക്കിയായിരുന്നല്ലേ? ഞാനില്ല. വെളുത്തുള്ളി എന്നൊക്കെ ഇട്ടായിരുന്നു. ഒന്ന് കൂട്ടുക. ചേരുവകയൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ നമ്മൾ ഇത് കൂമ്പൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ളതാണല്ലേ? അതെ 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 അതെ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീട്ടിലെ പാചകം എന്ന വീഡിയോയാണ് അല്ലേ? അതെ അതെ കാന്താരി ഇട്ട്. അപ്പൊ ഇതെല്ലാം റെഡിയാക്കി വെച്ചും. അതെ അതെ അതെ. എൻ്റെ അച്ഛൻ്റെ അങ്ങനെ റെസ്റ്റ് അടിക്കുകയാണ്. അപ്പം നമ്മുടെ കൂട്ടുകാരെ കാണിക്കണ്ടേ അച്ഛനെ? അതുകൊണ്ടാണ്. അച്ഛാ ഇപ്പം എങ്ങനെയുണ്ട് ചുമയൊക്കെ? ചുമ ഇടക്കുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അടുക്കളയായിട്ട് വരാഞ്ഞത്. കാരണം ചുമ ഇടക്കിടക്ക് വരും. അതെ അതെ അതന്നെയല്ല അച്ഛൻ ഇന്നൊരു ദിവസം റെസ്റ്റിലാണ്. റെസ്റ്റ് എടുത്തോട്ടെ ഞങ്ങൾ. ഒന്നല്ല 1-2 ദിവസം റെസ്റ്റ് എടുക്കുക. ഒത്തിരി പണികളൊക്കെ ഇവിടെ ഉണ്ട്. അതെ അത് കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. കാരണം ആ പണി തീരത്തില്ല. ഒരേ ദിവസം ഇങ്ങനെ റെസ്റ്റ് ആയി കഴിഞ്ഞാൽ ഡബിൾ പണി വരുമല്ലോ. അതൊന്നും അച്ഛനോർത്ത് ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ അവിടെ ഇരുന്ന് ബാക്കി കാര്യങ്ങളെല്ലാം
എനിക്ക് ടെൻഷനൊന്നും ഇല്ല. അല്ല എന്നാലും അതെല്ലാ എന്താ വെച്ചാൽ നിങ്ങൾ ഒറ്റക്ക് കിടന്ന് പണിയുണ്ടല്ലേ, അത് കുഴപ്പമൊന്നുമില്ല അച്ഛൻ. 3 പേരും കൂടി അമ്മയും മകനും ശരണ്യൊക്കെ ഇട്ട് പണിയണ്ടേ. അതെ അതെ, അതൊന്നും കുഴപ്പമില്ല. അച്ഛൻ റെസ്റ്റ് എടുക്കുക കേട്ടാ. അതെ അതുകൊണ്ടാണല്ല, വേറെ ഒന്നും അല്ല. അപ്പൊ അത് ഷിജു സമ്മതിക്കില്ലല്ലോ, അതല്ലേ പ്രശ്നം. അപ്പൊ അതല്ല ഞാനിപ്പോ അല്ല ഞാനിപ്പോ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം അച്ഛനെ നമ്മുടെ കൂട്ടുകാരി, അതായത് അച്ഛൻ്റെ മക്കളെല്ലാരും തിരക്കും. നാളെ എന്താണെങ്കിലും ഞാൻ രംഗത്തിറങ്ങും. അതെ അതെ, അപ്പൊ അതുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അച്ഛനെ ഒരു ദിവസം കൂടി കൂടുതൽ റെസ്റ്റ് എടുക്കുക. അല്ലല്ലോ സെയിൽ പോകേണ്ടത് ആവശ്യം, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ അച്ഛൻ അവിടെ ഇരുന്നു. അപ്പൊ ഞാനേ ഇന്നിപ്പോ ഷിജു മോൻ പറഞ്ഞ ഞാൻ കേട്ട് അത് അംഗീകരിച്ച് കരുതി. ശരി നാളെ അല്ലേ അച്ഛൻ, ഇന്ന് അവിടെ ടെൻഷൻ അടിക്കാതെ ഇരി. അപ്പൊ ഞാനേ അപ്പൊ അടുക്കള എവിടം വരെ ആയെന്നൊന്ന് ചെന്ന് നോക്കട്ടെ. ശരണ്യ, അങ്ങനെ നമ്മുടെ അച്ചാറിന്റെ വർക്കൊക്കെ ഏകദേശം തീർന്നല്ലേ? അപ്പൊ കൂട്ടുകാരെ ഇത് കണ്ടാ നമ്മുടെ ചെമ്മീൻ അച്ചാറൊക്കെ ഇരിക്കുന്നത്, അത് കാണുമ്പോ തന്നെ അറിയാല്ല. ഒരു സ്വല്പം മതി നമുക്ക് അങ്ങോട്ട് ചോറൊക്കെ തിന്നാനല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ബീട്രൂട്ട് അച്ചാർ റെഡിയായി തീർന്നില്ലല്ലേ? വിനാഗിരി ഒഴിക്കണം. പിന്നെ അമ്മ എന്നെ അടിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ വന്നപ്പോ ഉപ്പുമാവ് ഉണക്കിയെന്ന, അതാണ് അമ്മ അവിടെ എന്തോ. ഞാനിങ്ങോട്ട് വന്നപ്പോ അമ്മ എന്തോ ചെയ്യുന്ന കണ്ടതാണ്. നാരങ്ങാച്ചാർ നമ്മള് കൂട്ടുകാരെ ഒന്ന് കാണിച്ചായിരുന്നു. എന്നാലും കണ്ട, ഈ നാരങ്ങാച്ചാർ കാണുമ്പോ തന്നെ അറിയാലോ കൂട്ടുകാര്. ഇതൊക്കെ മതി നമുക്ക് ഒരു നേരം ചോറ് തിന്നാനായിട്ട്. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ സെറ്റാണ്. അപ്പൊ അടച്ചേക്ക്. അപ്പൊ ബാക്കി ഇനി അതിൽ എന്നാക്കാണ് വിനാഗിരി എല്ലാം ചേർത്താൽ മതി അല്ലേ? അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര വേള് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ, ഞങ്ങളെയൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെ. ബൈ.